നിന്റെ ഭാര്യ എത്തി. ഇല്ലില്ല, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ശിശുപാല, ഞാൻ പിന്നെ വിളിച്ചോളാം. നീ വേഗം പെണ്ണിങ്ങോട്ട് ഇറക്കി. ഇങ്ങനെ തിരക്ക് പിടിക്കില്ല. ഇവന്റെ അമ്മാവന്മാർ എത്ര മുമ്പ് സാധനത്തിന് വേഗം വീടിന്റെ അകത്ത് കയറണം. അവന് തമാശ. എടാ പെണ്ണില്ല. എന്റെ ശിശുപാല, ഇത് കൊലച്ചതിയായി പോയിട്ടാ. സാർ ഇങ്ങനെ ചൂടാവല്ലേ. ഞാൻ ആ പെണ്ണിനെ നേരിട്ട് കണ്ടല്ലേ ഉറപ്പിച്ചത്. നല്ല ഉഗ്ര സാധനമാ. അവളെ കൊണ്ട് ആള് പോകുന്നുണ്ട്. എവിടെ? ഓൺ ദ വേ. എടുക്കുവാഴല്ലേ. വന്ന് ഞാൻ ആരാ മോൻ ആണോ? ഇയാളും ഉണ്ടോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? ഹലോ ബാലകൃഷ്ണ, കഷ്ടകാലം കൂട്ടത്തോടെ വന്നടാ. വെളുപ്പിന് കാറേക്കരുതാ. എന്താ ദൂരം. ബാലകൃഷ്ണൻ കാലത്തെ മുതൽ കാത്തു വെക്കായിരുന്നു. കണ്ടോ, കുറ്റബോധം കൊണ്ടുള്ളവന്റെ നിപ്പ് കണ്ടില്ലേ? ഇനി ഇതിന്റെ പേരിൽ ഒരു വാക്ക് തർക്കം വേണ്ട. വേണ്ട, പക്ഷേ അറിയണം, നമ്മുടെ തറവാടിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന പെൺകുട്ടിയാണോ? എവിടെ നിന്റെ ഹിന്ദിക്കാരി? അകത്തുണ്ട്. പുറത്തുപോയി. അല്ല അകത്ത് അല്ല, പുറത്തു പോയിരിക്ക. അകത്തുണ്ട്. അകത്തോ പുറത്തോ? അകത്തുണ്ടായിരുന്നു, പിന്നെ പുറത്തേക്ക് പോയി അമ്പലത്തിലേക്ക്. അപ്പൊ അമ്മയുടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ചില്ലായിരുന്നല്ലേ? അത് ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്തോണ്ട് അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല. നല്ലവനാടാ. അപ്പൊ ഈശ്വരഭക്തി ഉണ്ട് ഭയങ്കരമായിട്ട്. അല്ല, ഈ ജോത്സ്യരെ കുടുംബത്തേക്ക് ദത്തെടുത്താ. പെൺകുട്ടിയുടെ ജാതകവും ലക്ഷണശാസ്ത്രവും പരിശോധിക്കാൻ ഇദ്ദേഹം കൂടെ വേണം. അതിന് ആനയും പശുവെന്നല്ലോ ലക്ഷണം പരിശോധിക്കാൻ. പൊന്നു ലക്ഷ്മി, നീ ഒന്ന് അടങ്ങ. എന്റെ ബാലകൃഷ്ണൻ, അയാൾ എന്നെ ലക്ഷണ പെശക. ഇന്ന് താമസ സ്ഥലം കൊള്ളാലോ. ഇതാണോ പൈസക്കാരുടെ ലക്ഷം വീട് കോളനി? മാമന്മാരകത്തേക്ക് ലക്ഷ്മി, ചായ എടുക്ക. ദൈവമേ, ഇതിലാ പെണ്ണുണ്ടായിരിക്കണേ. ഏതേ കുട്ടിയടക്ക സാധനം ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ വണ്ടിയിൽ വെച്ച് അടിച്ചു തീർത്തില്ലേ? അതല്ലെന്ന്, മറ്റേ പെണ്ണ്. പെണ്ണിനെ കാണിക്കാൻ വരട്ടെ. ഇതാരാ? മനസ്സിലായില്ലേ? ഇല്ല. ഇത് പപ്പം പറപ്പുക്കരാ, പഴയ സിനിമക്കാരനാ, വലിയ പുള്ളിയാ. ഇതാ പപ്പേട്ടന്റെ അനന്തരവളയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അയ്യേ, ഇയാളോ കൊരങ്ങനെ പോലെ. ഇയാൾ അനന്തരവളെന്തായിരിക്കും? നിങ്ങൾ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചിറക്കിക്കേ. പെണ്ണിനെ കാണുന്നതിന് മുമ്പ് എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. തൊട്ടാക്ട് പറ്റൂല, തൊട്ടഭിനയിക്കാൻ പറ്റൂല. നോ ബോഡി ടച്ചിങ്. രാത്രി അവളെ ഒറ്റയ്ക്ക് കിടത്തണം. പ്രൈവറ്റ് റൂം വിത്ത് AC. എനിക്ക് OCR. കണ്ടീഷൻസ് തെറ്റിച്ചാൽ പെണ്ണിനെ കൊണ്ട് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. ആദ്യം പെണ്ണിനെ ഒന്ന് കണ്ടോട്ടെ, എനിക്ക് മാച്ചാണോന്ന് അറിയണ്ടേ? അതെ. നിനക്ക് ഷാറൂഖ് ഖാന്റെ നായികയൊക്കെ നിർത്തിയിരിക്കുന്ന കൊച്ച നമ്മുടെ പ്രിയന്റെ പടത്തിലെ പിന്നെ മോഹിനി. ബാലകൃഷ്ണ, നല്ല മലഞ്ചേർക്ക് വണ്ടി പറഞ്ഞ പോലെ ഉണ്ടല്ലേടാ. വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. അത് നിന്റെ മനസ്സിലാ ബോംബെക്കാരികൾ പറഞ്ഞോണ്ടാ. എനിക്കിഷ്ടപ്പെട്ടു. ഹലോ, തൊട്ടാക്കി പാടില്ല. നോ ബോഡി ടച്ചിങ്. നമസ്കാരം. നമസ്തേ. നമസ്തേ. ഇയാൾക്ക് എന്താ ഇത്ര ഗൗരവം? ഒന്ന് ചിരിച്ചോണ്ട് ഇവിടെ നിന്ന് മലയാളം പറയല്ലേ. ഭാര്യ ഹിന്ദിക്കാരിയാന്ന് അമ്മാവള് പറഞ്ഞേക്കണേ. ഹിന്ദിയെന്നോ? എങ്കിൽ ബാറ്റ് കൂടും. മാറ്റ കൂടിയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കഞ്ഞി പാറ്റിയിടല്ലേ. ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? സമയം എത്ര ആയിന്നാ? ये आदमी इतने सीरियस क्यों है? എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ ഈ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി വാങ്ങിച്ചോട്ടെ. അതെ, ചലോ ചലോ ചലിയേ. എന്താടാ എങ്ങോട്ടത്? കുറച്ച് ഡീസന്റ് ആയിട്ട് അടക്കൊതുക്കായിട്ടൊക്കെ നടക്ക്. ഇട്ട് കുലിക്കല്ലേ. എടാ, അമ്പലത്തിൽ നിന്ന് വരുന്നല്ലേ, ചന്ദനവും കോപ്പൊക്കെ വേണ്ടേ? വേണം. മോള്, ഓൾ ദി ബെസ്റ്റ്. Thank you. स्वामीजी, जोलसना सिंगर जोलसन. नहीं नहीं नहीं, जोलसन कवड़ी पंचांग. उधर चलो, ഇത് വെറുതെയാ. आशीर्वाद दीजिए. യജ്ഞ സുമംഗലി ഭവ. ഗൗളി ചലച്ചു.
വടക്ക് കിഴക്ക്. ശുഭലക്ഷണം, ശുഭനിമിത്തം. आपका आशीर्वाद നന്നായി വരട്ടെ. എന്താ മോടെ പേര്? क्या യാ, ചൈനക്കാർക്ക് മാത്രം ഇങ്ങനത്തെ പേര് കേട്ടുള്ളൂ. നല്ല പേര്. അല്ല, നീ വേറെന്തോ പേര്? അത് മാമ ആപ്കാ നാം പൂച്ച. ओ मोहिनी മായ. माया മോഹിനി. माया मोहिनी हाँ माया मोहिनी വെരി ബ്യൂട്ടിഫുൾ നെയിം. थैंक यू ഇനി വധൂവരന്മാരെന്ന് ചേർന്ന് നിൽക്ക്, ഞാനൊന്ന് കാണട്ടെ. അതെ, അമ്മാവൻ കഹ ദുൽഹ ദുൽഹൻ പാസ് പാസ് ആവോ. ओ इना केला सो स्मार्ट है എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. സദ്യയോ? സദ്യ അതുണ്ടാക്കിയ ഇവളെ. നോർത്ത് ഇന്ത്യക്കാരി ആണെങ്കിലും ഇവൾ ഉണ്ടാക്കുന്ന സദ്യക്ക് ഒരു കേരള ടേസ്റ്റ് ഉണ്ട്. ഉപ്പും എരിവും വരെ എന്റെ രുചിക്കാൻ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ലക്ഷ്മിക്ക. ആണോ? കാരണം വഴിക്കേ പോയിട്ടില്ല. क्या बोला बालू ഉണ്ടാച്ചാ പോലെ. ओ नहीं ठंडा पानी नहीं अपू मामन को गर्म पानी കണ്ടോ, നാടും ഭാഷയും വേറെയാണെങ്കിലും വകതിരിവുണ്ട്. ബേട്ടി പാനി. പാക്കരമാമ ഹിന്ദി പഠിച്ചോ? വെള്ളം കിട്ടാണ്ട് ചാവുണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആദ്യം തന്നെ പാനിന്ന് പഠിച്ചു. അത് നന്നായി. ഹലോ, ഏ? അല്ല ഹലോ എന്ന് പറഞ്ഞതാ. ഫോൺ എടുത്തപ്പോണ്ടായ സ്പാർക്കാ. कौन ഹലോ, നമ്മുടെ ശങ്കരൻ പോറ്റി ഇല എടുക്കുന്നില്ല. ഇല എടുക്കേ. ആ, തീറ്റ എടുക്കുന്നില്ലെന്ന്. നല്ല ഒന്നാം തരം പൊറാട്ടയും ചിക്കൻ ഫ്രൈയും കൊടുത്തിട്ട് കഴിക്കില്ലെന്ന് അഹങ്കാരി. എന്റെ ജോർജ് അയാള് ബ്രാഹ്മണനാ, ഒരു അമ്പലത്തിലെ പൂജാരി, ശുദ്ധ വെജിറ്റേറിയൻ. തിരുമേനിക്ക് പച്ചക്കറി അല്ല പച്ചക്കറി കൊടുത്താ മതി. ആ നോക്കാം. ആ ഓക്കെ ഓക്കെ. ആർക്കാ പച്ചക്കറി? നമ്മുടെ തിരുമേനിക്ക്, ശങ്കരൻ പോറ്റിക്ക്. बालू कौन പപ്പേട്ടൻ പപ്പടം ഞാൻ കഴിച്ചു. അയ്യോ അതല്ല പപ്പേട്ടൻ എന്തെന്ന് പപ്പേട്ടൻ രണ്ടെണ്ണം വീശം പോരിക. ഓവർ ആവാതെ നോക്കണേ. പിന്നെ ശിശുവേട്ടാ, എന്തോ ഇന്ന് വാങ്ങിയ കടയിൽ നിന്ന് തന്നെ നാളെ വാങ്ങിച്ചാ മതി. ഫുഡൊക്കെ അമ്മാവന്മാർക്ക് വലിയ ഇഷ്ടായി. പിന്നെ വല്ലപ്പോഴും എന്റെ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തേക്കണേ. സോറി. സാരമില്ല. നീ എന്താ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കണേ? ഭക്ഷണത്തിന്റെ ഏർപ്പാടൊക്കെ ചെയ്തത് ഈ ചേട്ടനാ. കണക്ക് ഞാൻ തരാം. വേണ്ട, എന്റെ കണക്കുകൾ തെറ്റിക്കരുത്. തൽക്കാലം ശിശുപാലം പോ. മോളു ആ മതി 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 മതി, ഞാൻ പോയിട്ട് വരാം. ഓ ഹ്, ഓരോ ഞരമ്പ് രോഗികള്. ഞാൻ സഹായിക്കണോ? എന്നും ഈ സഹായം എനിക്ക് പ്രതീക്ഷിക്കാവോ? ഏട്ടന് ആർക്കോ വെജിറ്റേറിയൻ ശാപ്പാട് കൊടുത്താ മതിയെന്ന് പറഞ്ഞില്ലേ ഫോണിലൂടെ? എപ്പോ? നേരത്തെ മറന്നുപോയോ? ഓ, അത് അമ്പലത്തിലെ പോറ്റിക്കാ. കുറെ ഭക്ഷണം ബാക്കിയുണ്ട്, ഞാൻ കൊണ്ടുപോയി കൊടുത്താലോ? വേണ്ട വേണ്ട, അത് ഞാൻ വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാ ഞാൻ വരട്ടെ. എങ്ങട്? അല്ല, ഞാൻ പോട്ടെ. ഏട്ടാ, ഓ, ഞാനിവിടെ വന്നപ്പോ ഏട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനെന്ന് വിചാരിച്ചത്. ആഗ്രഹിച്ചു പോയി. മറ്റൊരു എനിക്ക് ഇഷ്ടല്ല മുഷടൻ. ശോ, അവന്റെ ഓരോരോ കാര്യങ്ങൾ പറയാണ്ടിരിക്കണ നല്ലത്. ശ്ശോ, എന്ത് നല്ല മസിൽസ്. ഇത് ചെറുപ്പം മുതൽ ഉരുട്ടി കയറ്റിയതാ. ഞാൻ 10 വർഷം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരയായിരുന്നു. ആ, ഉശ്ശോ. വീട്ടില് ഫോട്ടോ ഉണ്ട്. ഇത് എങ്ങനെയൊക്കെയാണത് ഷഡ്ഡിയൊക്കെ ഇട്ടിട്ട്. ഞാൻ ഏട്ടന്റെ ഭയങ്കര ഫാനായി. കള്ള് നിക്കണ കണ്ടില്ലേ? മായയുടെ വീട്ടുകാരുമായി ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചൂടെ? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കൊന്നുമില്ല. എങ്കിൽ നാളെ തന്നെ വരെ തറവാട്ടിലേക്ക് കൊണ്ടുപോവാം. അല്ല ജോസറേ? അത് ബോംബെ നഗരത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാ. ആധുനിക സൗകര്യങ്ങൾ വല്ലതും നമ്മുടെ തറവാട്ടിലുണ്ടോ? ഇല്ല. പെട്ടെന്നൊരു മാറ്റം ആ കുട്ടിക്ക് പൊരുത്തപ്പെട്ടു എന്ന് വരില്ല. എങ്കിൽ പെൺകുട്ടി തൽക്കാലം ഇവിടെ തന്നെ നിൽക്കട്ടെ. സമാധാനം. അപ്പൊ മാമ, ഈ ജാതകത്തിൽ പറഞ്ഞ മാതിരി ചോദ്യ നക്ഷത്രക്കാരി എന്റെ ഭാര്യ ആവുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ സ്വത്തുക്കളൊക്കെ എന്റെ പേരിൽ എഴുതി വെച്ചിട്ട് അപ്പൊ മാമയ്ക്ക് വിശ്രമിക്കാലോ അല്ലേ?
അതിന് സമയമായിട്ടില്ല. നിന്റെ പെണ്ണിന്റെ സാമർഥ്യം അറിയണം. അവള് ഭയങ്കര സാമ്പത്തികാരിയാണ്. അത് ഇത്ര പെട്ടെന്ന് നിനക്ക് അങ്ങനെ മനസ്സിലായി? അവൻ 2-3 ദിവസമായിട്ട് അവളുടെ സാമർത്ഥ്യം കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇല്ല, അവൻ അറിഞ്ഞാ പോരാ, എനിക്കൂടെ ബോധ്യപ്പെടണം. മാമേ ഊരും പേരും അറിയാത്ത നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ആ പെൺകുട്ടിക്ക് ഇത്ര വലിയ സാമർഥ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാവ കുടുംബക്കാര് വരാതെ ഫസ്റ്റ് നൈറ്റിന് പോലും സമ്മതിക്കാത്ത കുട്ടി അവള് സാമർത്ഥ്യം കണ്ടു നോക്കിയേ അല്ലടാ. അപ്പൊ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇന്നിപ്പോ ചിങ്ങം 10, 12. ഇന്ന് രാത്രി 12 മണിക്കും 12:30ക്കും ഇടയില് ശാന്തി മുഹൂർത്തത്തിന് പറ്റിയ സമയ. ബാലകൃഷ്ണ, അത് വേണോടാ. ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കൂ. എടാ ലക്ഷ്മി, നീ പോയി മണിയറ ഒരുക്ക്. വേണ്ടാത്ത കാര്യമാണ് കേട്ടോ. ശിശുവേട്ടാ,